കാമുകിയുടെ അമ്മ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ കാമുകി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവിടെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല, അതിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രശോഫിൻ്റെ മേലിലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രശോഫ്, യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കൊരു കാമുകിയുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിനടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ പഠിക്കാൻ വന്ന പെൺകുട്ടികളിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കെന്തോ സൗന്ദര്യം കൊണ്ട് വളരെ അട്രാക്ഷൻ തോന്നി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പല ചെക്കന്മാർക്കും അവളെ ഒരു നോട്ടമുണ്ടായിരുന്നു. നല്ല സ്റ്റൈലായി മോഡേണായി വരുന്ന പെൺകുട്ടിയാണ്. എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഞാനൊരു ദിവസം പരിചയപ്പെട്ടു. അവളുടെ ആ സ്വഭാവവും സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറയാമല്ലോ, ഇത്രയും നാളും ഇങ്ങനൊരു ചങ്കയിൽ പിടിച്ച പ്രണയം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ അവളുടെ പുറകെ ഞാൻ അറിഞ്ഞു തന്നെ 7 പേരുണ്ട്. ഇവൾ ആരെ സ്വീകരിക്കും, ആരെ ഫ്രണ്ടാക്കും, ആരെ കാമുകനാക്കും ഒരു പിടിയുമില്ല. പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെയാണ് പെരുമാറുന്നത്. ഇവളുടെ മുഖത്തു നിന്ന് ഒരു ഭാവങ്ങളും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആളുകളെ കുരങ്ങൊളിപ്പിക്കുകയാണോ? ഒന്നുമേ പിടിയില്ല. ഞാനും പുറകെ നടന്നു. എല്ലാ ആണുങ്ങൾക്കും അങ്ങനെയാണല്ലോ. ആരാണ് നറുക്ക് വീഴുന്നതെന്ന് ആർക്കറിയാം എന്ന് വിചാരിച്ച് ഞാൻ അവളോട് സംസാരിച്ചു. ഒരു ദിവസം ഞാൻ നമ്പർ ചോദിച്ചുടനെ തന്നെ അവൾ എനിക്ക് തരികയും ചെയ്തു. ഞാൻ പുറത്തു മറ്റുള്ളവരെക്കാളൊക്കെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്കുണ്ട്. അല്ലെങ്കിൽ അവൾ ഇതുവരെ നമ്പർ ആർക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും നമ്പർ കൊടുത്തിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയൊക്കെ എല്ലാവരുടെ കൈവശമുണ്ട്. അതിൽ കൂടി ഇനി നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അത്ര നല്ല റെസ്പോൺസ് ആയിരുന്നില്ല. പിന്നീട് പല കാര്യങ്ങളും എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ അതൊക്കെ കേൾക്കും. മണിക്കൂറുകളോളം അവൾ അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ എല്ലാം കേൾക്കും. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്നോട് നല്ല അറ്റാച്ച്മെൻറ്റ് വന്നു. അങ്ങനെ അവൾ അവളുടെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ തുറന്നു പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു വീടും പുരയിടമൊക്കെ ഉണ്ട്. അവളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയതാണ്. അമ്മയും അവൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മയുടെ സഹോദരന് ഒരു തുണിക്കടയുണ്ട് അവരുടെ ചെറിയ സിറ്റിൽ. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവർക്ക് പ്രധാനമായുള്ളത്. പിന്നെ പുരയിടത്തുനിന്നും കുറച്ച് വരുമാനമുണ്ട്. പല ബന്ധുക്കളുടെ സഹായം കൊണ്ടാണ് തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്നത്. അവൾക്ക് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കണം, അതാണ് ലക്ഷ്യം. പണത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവൾക്ക് എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു. എനിക്കും ഈ പറഞ്ഞതുപോലെ പണം കൊടുത്ത് അവളെ സഹായിക്കാൻ പറ്റില്ല. കാര്യം നല്ല സാലറി ആയിട്ടില്ല. എന്നാൽ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി മെച്ചമുള്ള നിലയിലാണ്. എൻ്റെ സാലറി കൊണ്ട് അവർക്ക് കഴിയേണ്ട കാര്യമൊന്നുമില്ല. അവളോട് എനിക്ക് വല്ലാത്ത സഹതാപവും സ്നേഹവും ഒക്കെ തോന്നി. കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ആണുങ്ങൾക്ക് ഇരിക്കപ്പുറതയുണ്ടോ? ഞാൻ പുറകെ നടന്ന് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്കാണിപ്പോൾ എല്ലാ കാര്യത്തിലും നിർബന്ധം. അതുകൊണ്ട് എനിക്ക് ചില ക്രൈറ്റീരിയകളുണ്ട്. ഞാൻ 2027 മാത്രമേ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഉടനെയൊന്നും കുട്ടികൾ പാടില്ല. അതൊന്നും എനിക്കിഷ്ടമല്ല. ആവശ്യമില്ലാത്ത ഓരോ തലവേദനകൾ എടുത്ത് തലയിൽ വയ്ക്കുക, നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ പോലെ കേൾക്കുക, ഇതൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഒരു വീട് വെച്ച് അവിടേക്കാകണം ആദ്യം മാറുന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2026 27 അമ്മയ്ക്ക് ഒരു നല്ല ബന്ധം കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അമ്മയെ സെറ്റിലാക്കി കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണമുള്ളൂ. പക്ഷേ എങ്കിലും 1, 2, 3 വർഷം ഇതൊന്നും ആലോചിക്കാനുള്ള നേരമില്ല. അവൾക്ക് പഠിച്ച് നല്ല രീതിയിൽ ഒരു ജോലി സമ്പാദിക്കണം, അതാണ് ലക്ഷ്യം. അതിന് കൂടെ കട്ട സപ്പോർട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് സന്തോഷവനായി. എന്തായാലും എൻ്റെ പ്രണയം അവൾ അംഗീകരിച്ചല്ലോ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും. അവൾ പറയുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ എനിക്ക് സ്വന്തം. എന്നാലും അവളുടെ പുറകെ ഒത്തിരി ആളുകളുണ്ട്. എങ്കിലും അവളുടെ നാഥൻ ഞാനാണ്. അവളുടെ മുന്നേ വെച്ച് തന്നെ അവൾ എൻ്റെ ബൈക്കിൽ കയറി വരും. അവളെ കൊണ്ട് ഞാൻ കറങ്ങാൻ പോകും. കോഫി ഷോപ്പിലും ജ്യൂസ് ഷോപ്പിലും പാർക്കിലും ഒക്കെ കറങ്ങാൻ പോകും. അതൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്. അതൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ സന്തോഷം. എൻ്റെ ആണത്തം
പരക്കെ അംഗീകരിക്കപ്പെട്ടു. ഞാൻ ഗ്ലാമറുള്ള നല്ലൊരു സുന്ദരനാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയൊരു സുന്ദരി എന്നെ അംഗീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അഹങ്കാരം ഇത്തിരി കൂടിയോ എന്നൊരു സംശയം. അതെ, കൂടി. പുരുഷന്മാർക്കല്ലെങ്കിലും സൗന്ദര്യമുള്ളൊരു പെണ്ണ് അംഗീകരിക്കുമ്പോഴേക്കും അഹങ്കാരം കൂടുമല്ലോ. പിന്നെ അവളായിട്ട് എന്നോട് പറഞ്ഞ വേറൊരു നിബന്ധനയുണ്ട്. കൂടെ വരുന്നതൊക്കെ കൊള്ളാം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറി ഏതെങ്കിലും രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ശ്രമിക്കരുത്. പക്ഷേ അവൾ ഇങ്ങോട്ട് എന്തെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിക്കാം. അത്യാവശ്യം ഒരു ടച്ചിങ്ങും അതും ഇതുമൊക്കെ നടത്താം എന്നവൾ പറഞ്ഞു. പക്ഷേ എല്ലാറ്റിലും അവളായിരിക്കണം ആദ്യം ഇറങ്ങേണ്ടത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞ് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ എന്താ, അവൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ വളരെ ആഹ്ലാദവാനായിരുന്നു. ആദ്യത്തെ കുറച്ച് നാളൊക്കെ, അതായത് 1 വർഷം 1.5 വർഷത്തോളം വീട്ടിലേക്കൊന്നും അവൾ ക്ഷണിച്ചില്ല. അമ്മയോടൊന്നും ഉടനെ പറയാൻ പറ്റില്ല. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പതിയെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മതിയെന്ന് ഞാനും പറഞ്ഞു. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞത്, ഒരു കാര്യം കേൾക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നമ്മുടെ ഈ കഷ്ടം പിടിച്ച ജീവിതത്തിൽ പ്രണയത്തിനും ഒളിച്ചോട്ടത്തിനും വിവാഹത്തിനും ഒന്നുമില്ല പ്രാധാന്യം, നീ ജോലി നേടണം എന്നൊക്കെ പറഞ്ഞ് അമ്മ സെൻറ്റിമെൻറ്റ്സ് അടിച്ചെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഞാനും പറഞ്ഞു, അമ്മയുടെ ഭാഗത്ത് നല്ല ശരിയുണ്ട്. ഒരിക്കലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല. അമ്മ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ അവസാനം പറഞ്ഞു, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും വേണ്ട. അതുകൊണ്ട് അമ്മ പിന്നെ പറഞ്ഞു പ്രശോഭേട്ടനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അമ്മയെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളെ കെട്ടാം, ഞാൻ കെട്ടും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയെ ഞാൻ കാണുന്നത്. മൊബൈലിലൊന്നും അവൾ ഫോട്ടോ ഒന്നും കാണിച്ചിരുന്നില്ല. അത്തരം പ്രൈവറ്റ് കാര്യങ്ങളൊന്നും പുറത്താക്കില്ല എന്നൊക്കെ പറയും. ഭയങ്കര പ്രൈവസി അവൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ചെന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഇമ്പ്രസ്ഡായി. അവളെക്കാൾ 10 മടങ്ങ് സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അവളുടെ അമ്മയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. അത്രത്തോളം സാമ്യമുണ്ട്. എങ്കിലും സാരിയൊക്കെ ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ കാവിലെ ദേവി പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന് തോന്നും. അതേപോലെ അവരെ ചുറ്റിപ്പറ്റി ഒരു ഓറയുണ്ട്. എന്തായാലും എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇമ്പ്രഷൻ തോന്നി. ഇനി അവർക്ക് എന്നെ ഇൻട്രസ്റ്റ് ആകുമോ എന്നെനിക്കറിയില്ല. മകളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ ഒരു പിടിയുമില്ല. ഇതൊരു പരീക്ഷണമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. ആദ്യമൊക്കെ കുറേ ഉപദേശിച്ചെങ്കിലും പിന്നീട് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിൽക്കണം. ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായി ഒത്തിരി പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി ഉന്നമനത്തിലെത്തുക, അവർക്ക് നല്ലൊരു ജോലി, കല്യാണം നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങൾ തമ്മിലുള്ള ജോഡിപ്പൊരുത്തം നല്ലതാണ്. എനിക്ക് നല്ലൊരു മരുമകനെ തന്നെ കിട്ടി. പക്ഷേ അവളെ വെറുതെ നീ വിഷമിപ്പിക്കരുത്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അടുത്ത കാലത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമുക്ക് പതിയെ കല്യാണം കഴിക്കാം. കല്യാണമല്ലോ ജീവിതം. നല്ല രീതിയിൽ ഒരു വരുമാനമാകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചൊക്കെ ഇരിക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, അബദ്ധങ്ങളൊന്നും സംഭവിപ്പിക്കരുത് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഉപദേശമൊക്കെ കേട്ട് ഞാൻ തലയാട്ടി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വിവരമുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. എന്തായാലും സാധാരണ പ്രണയം പോലെ നിങ്ങളുടെ പ്രണയത്തെ കാണരുത്. ഞാൻ ഇടയ്ക്ക് മോനെ വിളിക്കും. എനിക്കെന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മോൻ വരണം, പണം കൊണ്ടൊന്നും സഹായിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും നല്ല ഇമ്പ്രഷനായി. നമ്പരൊക്കെ കൊടുത്തിട്ടാണ് പോയത്. പിന്നീട് മിക്കവാറും എന്നെ വിളിക്കും, മോനെ എവിടെയാ, ഡ്യൂട്ടി കഴിഞ്ഞോ, അവളതേ ജോലി കഴിഞ്ഞ് നിൽപ്പുണ്ട്, അവളെ കൊണ്ടുവരണേ എന്നൊക്കെ പറയും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവരുടെ വീടിന് തൊട്ടടുത്ത വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നതും വരുന്നതൊന്നും വലിയ പ്രശ്നമായിട്ടും തോന്നില്ല. ഒരു കണക്കിന് അതൊക്കെ അനുഗ്രഹം തന്നെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മോനെ എടാ നമുക്ക് പുനലൂർ വരെ ഒന്ന് പോകണം. എന്താ അമ്മേ? അവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. മോള് വരുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം. അന്ന് അവൾക്ക് ഡ്യൂട്ടിയുണ്ട്. നീ ഒരു ദിവസം ലീവ് എടുക്കാമോ? അടുത്ത ദിവസം തന്നെ എടുക്കാമേ. കാറ് ദേ എൻ്റെ ആങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടോ, അത് നിനക്ക് ഓടിക്കാറിയില്ലേ? ഓടിക്കറിയാമേ. ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം എന്ന് പറഞ്ഞു. അവളും പറഞ്ഞു, പോയിട്ട് വാ ചേട്ടാ, അമ്മയുടെ ഒരു ഫ്രണ്ടാണ്, ഒത്തിരി നാളായിട്ട് വിളിക്കുകയാണ്. അവർക്ക് ഭർത്താവൊന്നുമില്ല. ഭർത്താവ് മരിച്ചപ്പോൾ അമ്മ വിട്ട് പോയതുമില്ല. 2-3 വർഷം മുമ്പാണ് ഭർത്താവ് മരിച്ചത്. വലിയൊരു കോടീശ്വരിയാണ്. അമ്മയെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങോട്ട് ചെല്ലാത്തതിന്. അതാണ് കേട്ടോ, പോയിട്ട് വാ എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ ആർത്തുല്ലസിച്ച് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ ഞങ്ങളെ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. സുന്ദരിയായ ഒരു സ്ത്രീ. അവർക്കും എൻ്റെ അമ്മായിമ്മയുടെ സെയിം പ്രായമാണ്. പിന്നെ വലിയൊരു വീടും സെറ്റപ്പും ഒക്കെയാണ്. എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത്രയും വലിയ സമ്പന്നതയുള്ള കൂട്ടുകാരുണ്ടെന്നുള്ളത് എനിക്കും അത്ഭുതമായിരുന്നു. കോടീശ്വരി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ പ്രായമായ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞങ്ങൾ ചെന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, മുറ്റത്ത് പോയി തുണിയൊക്കെ വിരിച്ചിടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിവിടെ സഹായത്തിന് നിൽക്കുന്നതാണ്, ഇവിടെ അടുത്തുള്ളതാണ്, ഞാനും അവരുമാണല്ലോ ഇവിടെ ഉള്ളത്. എനിക്ക് പിന്നെ ഒരു കുട്ടിയുണ്ട്, ഇവിടെങ്ങും അല്ല, ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുക അവൻ. തുടർന്ന് അവർ ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഒരു ഉച്ചയൂണാണ് ഒരുക്കി തന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഇത്രയും വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോർത്തു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം അവർ 2 പെണ്ണുങ്ങളും കൂടി എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ അമ്മേ ഞാൻ ഈ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് വരണേ, നമുക്ക് പോകണം എന്നൊക്കെ അമ്മ പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ കണ്ടു. നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്ന ഒരു വീടും പരിസരവും ഒക്കെയാണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരി സ്ത്രീ അതുവഴി പോകുന്നു. അവരെന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചുണ്ടുകൂട്ടി പുച്ഛഭാവത്തിലൊന്ന് ചിരിച്ചു. ഞാൻ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് എനിക്ക് തോന്നി. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് കാര്യം, ഇവിടുത്തെ പ്രധാന കക്ഷിക്ക് ഇഷ്ടപ്പെട്ടാൽ പോരെ. അവർക്ക് എന്നെ കണ്ടപ്പോഴേ നല്ല സ്നേഹം. അവർ നല്ല കുടുംബമഹിമുള്ളൊരു സ്ത്രീയാണ്. ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഈ ജോലിക്കാരി സ്ത്രീ എന്നെ പിന്നെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവർക്ക് ഫീലിംഗ് പുച്ഛം എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവർ പെട്ടെന്ന് ഇറങ്ങി നടന്നങ്ങ് പോയി. അവരുടെ വീട്ടിലേക്ക് പോയായിരിക്കും. ഇവിടുത്തെ ജോലി ടൈം തീർന്നു കാണും എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് കാമുകിയുടെ അമ്മ എന്നെ വിളിച്ചു. മോനെ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഓർത്തു പോകാൻ സമയമാണെന്ന്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഡൈനിങ് ടേബിൾ ഇരിക്കാൻ 2 പേരും 2 കസേരയും അടുപ്പിച്ചിട്ടിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇതിനിടയ്ക്ക് ആ വീട്ടിലെ ചേച്ചിയില്ലേ, അവരുടെ കാല് വേറെ കസേരയിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ ഫ്രില്ല് വെച്ച് നല്ല വില കൂടിയ നൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് കാലിന് വേദന വല്ലതും കാണുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനതേ നിങ്ങോട്ടിരുന്നേ സംസാരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇവക്കില്ലേടാ ഇപ്പതേ കാല് കയറി കൊളുത്തി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നീ ഡോക്ടറെ പോയി കാണുക, ഓർത്തോ ഡോക്ടറെ പോയി കാണുക. പക്ഷെ കേൾക്കുന്നില്ല. പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞവളെ കേൾക്കില്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴില്ലേ കാലിൻ്റെ മുട്ടിന് അവൾക്ക് വല്ലാത്ത പിടുത്തം. ദേ കാല് കയറ്റി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ എന്നോട് പറയുക, ഒരു ക്രീമുണ്ട്, അതിട്ട് നന്നായി തിരുമ്മി കൊടുക്കാനും. എൻ്റെ കൈക്ക് ഇടാൻ മോനെ ബലം, അതാ നിന്നെ വിളിച്ചതും. ദേ നീ കസലിലോട്ടിരുന്നിട്ടും ആൻറ്റിയുടെ കാലെടുത്ത് നീ ദേ ഈ ഓയിൻമെൻറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് മുട്ടിന് ഒന്ന് തടവി കൊടുക്കുക. നല്ല ശക്തി വേണം കേട്ടോ, ഇല്ലെങ്കിൽ വേദന കുറയില്ല. എനിക്കെവിടെ ശക്തി നിനക്കറിയില്ലേ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ ചമ്മൽ തോന്നി. ഇപ്പം കണ്ട അപരിചിതയായ ഒരു സ്ത്രീ അവരുടെ മുട്ടിന് വേദന മാറ്റാൻ ഞാൻ ആരാ, നാട്ടുവൈദ്യനോ എന്നെനിക്ക് തോന്നി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവന് ചമ്മലാണെന്ന് തോന്നുന്നു. ചമ്മലൊന്നും വേണ്ട, എന്നെപ്പോൾ നീ കരുതിയാൽ മതി. എനിക്കൊരു മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നീ തടവിത്തരില്ലേ എണ്ണ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ അതുപോലെയുള്ളൂ, ഇതിപ്പോൾ എണ്ണയൊന്നുമില്ലല്ലോ, ക്രീമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കസേരയിൽ പോയിരുന്നു. അവർ കാറെടുത്ത് വെച്ചു. അമ്മായിമ്മ ഒരു കസേര ഇത്തിരി നീക്കിയിട്ടിട്ട് എന്നോട് പറഞ്ഞു, ദേ ഇതാണ് ക്രീം. ഞാൻ കൈവെള്ള കാണിച്ചു കൊടുത്തപ്പോഴേക്കും ആ കൈവെള്ളയിലേക്ക് അവർ ക്രീം കുറച്ചിട്ടു. അപ്പോഴുണ്ട് ഞാൻ നോക്കിയപ്പോഴില്ലേ അണ്ടക്കടാഹം വരെ കാണാം. അതുപോലെയാണ് അവരുടെ മാറ്റം. ഞാൻ ഓർത്തു, ഇത്രയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും മാറ്റേണ്ട കാര്യമുണ്ടോ? എന്തേ ഇവർക്ക് നാണമില്ലേ? ഒരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അമ്മായിമ്മയുടെ മുഖത്തോ അവരുടെ മുഖത്തോ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. പിന്നെ എനിക്കെന്താ, ഞാനാണെങ്കിൽ ആ ക്രീം ഇട്ട് നന്നായി ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പോഴല്ല ആ ക്രീമിൽ നിന്ന് നല്ല ജാസ്മിൻ്റെ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ വേദനയുടെ ക്രീമിനൊക്കെ നല്ല യൂക്കാലിപ്സിൻ്റെയൊക്കെ മണമല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിനയുടെയൊക്കെ മണം. പക്ഷേ ഇതിനങ്ങനെയുള്ള മണമൊന്നുമില്ല. അതുമാത്രമല്ല അമിതമായ സുഗന്ധവുമാണ്. ഞാൻ ചോദിച്ചു, അമ്മ ഇത് ബോഡി ക്രീം അല്ലേ, അല്ലാതെ ഇത് വേദനയ്ക്കുള്ള ക്രീമാണോ? അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു, ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്രത്യേക ക്രീമാണ്, ഇത് നല്ല സുഗന്ധമാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ, ഞാൻ നല്ല ബലം പ്രയോഗിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ഇതൊക്കെ മതി.
അവൾക്കിപ്പം നല്ല ആശ്വാസമായി കാണുമെന്ന്. അപ്പോൾ എടുത്തടിച്ച പോലെ ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് ഒട്ടും ആശ്വാസമില്ല, വേദന കൂടിക്കൂടി വരുന്നേ ഉള്ളെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലായ്മ തോന്നി. ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വേദന കൂടിയല്ലോ എന്ന്. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ആ നിനക്ക് വേദന കൂടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ നല്ല വേദനയുള്ള ടൈപ്പാണ്. എൻ്റെ ചിക്കൻ നിന്നെ സഹായിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ വേദന അങ്ങ് കൂടിയല്ലേടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. അല്ലടി എനിക്ക് നല്ല വേദനയുണ്ട്. നിൻ്റെ വേദന എനിക്കറിയാം മോനെ. മോന് വേറെ വേദനകൾ മാറ്റി കൊടുക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ തിരുമൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ആ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല മോനെ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്വാഭാവികമായ വാസനയല്ലേ. അപ്പോഴേക്കും ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ വേദന ഇങ്ങനൊന്നും കുറയില്ലെന്ന് നിനക്കറിയില്ലെന്ന്. അറിയാടി അറിയാം, വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങളിലേക്കല്ലേ ഞാൻ കടക്കുന്നത് എന്ന് പറയുകയും ആ സ്ത്രീ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒന്ന് പ്രസ് ചെയ്തു. എന്നിട്ട് ഒരു തിരി അവിചാരിതമായ പ്രവൃത്തി കൊണ്ട് ഞാൻ കസേരയിൽ നിന്ന് സ്പ്രിങ് പോലെ പൊങ്ങിപ്പോയി. പക്ഷേ അവർ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിച്ചു. എഴുന്നേക്കാൻ തുടങ്ങിയ എന്നെ അമ്മായിമ്മ എഴുന്നേറ്റ് നിന്ന് തോളിൽ പിടിച്ച് അവിടെ ഇരുത്തി. നീ അവിടെ അടങ്ങിയിരിക്കുക, അവളിങ്ങനെ വല്ലാത്ത കുസൃതിയാ, ഇത്രയും പ്രായമായിട്ടുമില്ലേ, കുട്ടിത്തം പോയിട്ടില്ല. പണ്ട് അങ്ങനെയായിരുന്നു, കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഇവള് വന്ന് ദേ എനിക്കാണെങ്കിൽ മുന്തിരിമൊട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വെറുതെ അവൾ തൊട്ടിട്ട് പോകും. അങ്ങനെ ഒരു ടൈപ്പാണ്. ഇപ്പോഴും അവളുടെ കുസൃതി ഒട്ടും മാറിയിട്ടില്ല മോനെ. ഇവർ രണ്ടുപേരുടെയും സംസാരവും പ്രവൃത്തിയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. അവിടെ ഇരുന്ന് ഒരുക്കുകയായിരുന്നു ഞാൻ. എന്താമേ നിങ്ങൾ വെറുതെ ഇങ്ങനെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഓ ഇനി അവളുടനെ തന്നെ നിന്നെ പോകാൻ സമ്മതിക്കും തോന്നുന്നില്ല. അവൾ കണ്ടുപിടിച്ചു മോനെ. കണ്ടുപിടിച്ചാൽ പിന്നെ അവൾക്ക് വേറെ പല കാര്യങ്ങളുമുണ്ട്. എങ്ങനെയുണ്ടടി വിത്തും കൈക്കോട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു കൈ ഉയർത്തി സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മായിമ്മ പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മുഖവരകൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. മോൻ നേരെ അവളുടെ കൂടെ ചെല്ലൂ, ഒരു 1.5 മണിക്കൂർ, അത് കഴിയുമ്പോൾ നമുക്ക് പോകണം. അമ്മ എന്തായി പറഞ്ഞത്? എടാ നീ ഒരാണല്ലേ, നിനക്ക് കൂടുതൽ ഞാൻ വിസ്തരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അമ്മ എന്നാലും ഞാൻ അമ്മയുടെ മോളെ പ്രേമിക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ സഹകരിക്കണമെന്ന് പണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് ഞാൻ പറയരുത്. ഞാൻ പറഞ്ഞത് നീ കേൾക്കുക, എങ്കിൽ മാത്രമേ എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരികയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവൾ കേൾക്കുകയുള്ളൂ. ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്ന, ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നീ ഇതിന് നോ പറയേണ്ട കാര്യമില്ല. അവളിതൊന്നും അറിയാനും പോകുന്നില്ല. നിനക്കാണെങ്കിൽ നല്ലൊരു അവസരവുമാണ്. അതുമാത്രമല്ല ഇവൾ നമുക്ക് കൈ നിറയെ ക്യാഷ് തരും, ഇല്ലേടി? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, പിന്നില്ലേ, ഞാനാണെങ്കിൽ ഒരു 3-4 മാസമായിട്ട് റെസ്റ്റിലായിരുന്നു. നീ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ക്യാഷ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്കൊരു പ്രശ്നമാണ്. ഇവൻ്റെ ആ ഒരു കാര്യത്തിലെ മെടുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഞാൻ എത്ര വേണമെങ്കിലും എണ്ണിക്കൊടുക്കും, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, മോനെ മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിലും ഞാൻ പറയാൻ തന്നെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കൊരു 2 മണിക്കൂർ ടൈമുണ്ട്. അവളെ നീ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അതേ മോനെ, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റു. അവർ എന്നെ പിടിച്ചു വലിക്കായിരുന്നു. അമ്മ ഇത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാമുകയുടെ അമ്മ പറഞ്ഞു, മോനെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അമ്മ നിനക്ക് തരുന്നതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് നീ മിസ്സാക്കരുത്. മുന്നനുഭവങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് തോന്നിയത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ ആ സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ കർത്തവ്യങ്ങൾ മറന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടുത്തെ കർത്തവ്യങ്ങൾ നിർവഹിച്ചേ പറ്റൂ. അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയാക്കി മാറ്റാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ അങ്ങനെയാക്കാൻ ഏകദേശം 1/2 മണിക്കൂറോളം എടുത്തു. പക്ഷേ ഏതൊരാണിനും കാര്യങ്ങൾ വഴിക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്മൂത്തായി പോകുന്നറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ നാച്ചുറലി നമുക്കുള്ളിലെ ടാലൻറ്റ് വെളിയിൽ വരും. പിന്നെ 1.5 മണിക്കൂർ എനിക്ക് ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. കാമുകി, വിവാഹം, അതിലൂടെയുള്ള ആദ്യത്തെ സംഗമങ്ങൾ, ഇതൊക്കെ മോഹിച്ചിരുന്ന എനിക്ക് അന്ന് മനസ്സിലായി ഇതൊന്നുമല്ല ജീവിതം, അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്ന്. ഭാവി അമ്മായിമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്ത ഏതെങ്കിലും ഒരു മരുമകനോ കാമുകനോ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയായിരുന്നു.
അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മായിമ്മ എന്നെ അഭിനന്ദിച്ചു. അമ്മായിമ്മയെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കാമുകിയുടെ അമ്മ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അന്ന് ഗിഫ്റ്റുകളും സ്പ്രേ ബോട്ടിലുകളും അടക്കം ഒത്തിരി ഗിഫ്റ്റ് എനിക്ക് തന്നു. അതേപോലെ ഒരു കെട്ട് നോട്ടും. അത് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നപ്പോൾ അമ്മായിമ്മ അതിൽ നിന്ന് കുറച്ചെടുത്ത് എനിക്ക് തന്നു. ബാക്കി അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞു. എന്നാലും അമ്മ കരുതി കൂട്ടിയല്ലേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. നേരത്തെ ഒരു സൂചന തന്നില്ലല്ലോ. നേരത്തെ ഒരു സൂചന തന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാടാ സിറ്റുവേഷൻസ് അനുസരിച്ച് പെരുമാറുക? ഇനിയും ഇതുപോലെയുള്ള ഒത്തിരി യാത്രകളുണ്ട്. എൻ്റെ മകൾ അറിയരുത്. എല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ അത് നിരസിച്ചെങ്കിലും അവർ പറഞ്ഞു, ഇതിന് പറ്റില്ലെങ്കിൽ നീ എൻ്റെ മകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാഡം ഇപ്പോൾ ഞാൻ അക്ഷീണം പ്രയത്നിക്കുകയാണ്. എവിടെ നിന്നാണ് അവർക്ക് അവരുടെ പ്രായത്തിലുള്ള പല ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതെന്നോ അറിയില്ല. പക്ഷേ എനിക്ക് നല്ല തുകകൾ കിട്ടുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെക്കാൾ മോശമായി എൻ്റെ അവസ്ഥ. ഇപ്പോൾ ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു. പക്ഷെ ഒരിക്കൽ പോലും കാമുകിയുടെ അമ്മയോ അല്ലെങ്കിൽ കാമുകിയോ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നോട് പോലും. ഞാൻ അവസാനം ഒരു ദിവസം എൻ്റെ കാമുകിയോട് എല്ലാം പറഞ്ഞു. അവൾക്കത് കേട്ട് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. അമ്മ പറഞ്ഞിരുന്നു, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ചോരയും നീരുമുള്ള നല്ലൊരു സുന്ദരൻ, അങ്ങനെയില്ലാത്ത ഒരാളെ ഞാൻ ഒരിക്കലും സെലക്ട് ചെയ്തതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പണം വേണം. കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞില്ലേ, ഭാവിയിൽ നമുക്ക് ആലോചിക്കാം ചേട്ടാ. ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അങ്ങ് ജോലി തുടരൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ ഒരിക്കൽ പോലും എന്നോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. നിൻ്റെ അമ്മ ഒരിക്കൽ പോലും ഏതെങ്കിലും രീതിയിൽ അതിർത്തി കടക്കുന്നതായിട്ട് കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഞങ്ങൾ തറവാടികളാണ്, ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിനില്ല. ഇതിൻ്റെ എല്ലാം ഒരു സൈഡിൽ കൂടി ഞങ്ങളങ്ങ് പോകും, അതല്ലേ അഭിമാനം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അഭിമാനമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, ആണുങ്ങൾക്ക് എന്താ അഭിമാനം? നിങ്ങൾക്കിതൊക്കെ ഒരു ബോണസ് ആട്ടം കൂട്ടിയാൽ പോരെ? നിങ്ങൾ ഇതിനെന്തിനാണ് ദുഃഖിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ അഡ്വാൻറ്റേജുകളും ഭാഗ്യവുമാണ്. അതിന് എൻ്റെ അമ്മ ഒരു നിമിത്തമാകുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ധാരാളം പണം സമ്പാദിക്കണം എന്ന് പറയുകയാണ്. ഒരു മാസത്തിൽ ഇപ്പോൾ 7-8 വട്ടമുള്ള പല കാര്യങ്ങളും അവർ എനിക്ക് അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് നല്ല വരുമാനവുമുണ്ട്. എൻ്റെ മുഖസൗന്ദര്യമാണ് എന്നെ രക്ഷിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. എന്തോ എനിക്ക് പിടിയില്ല. എന്നാലും ഇവരുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ് അല്ലാതെ അവരുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല മാഡം. ഇത് മൊത്തം വേറെ സെറ്റപ്പാണെന്നും അവർക്ക് വേറെ എന്തൊക്കെ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആ ഒരു ഊഹം ശരിയാണോ മാഡം? എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഏതൊരാളും നിങ്ങളോട് പറഞ്ഞ എന്തായിരിക്കും, എടാ പൊട്ട, അമ്മയും മകളും മഹാ ഉടായ്പാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളോടവർ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുന്നില്ല. എന്നാലോ ഭാവിയിൽ കല്യാണം കഴിച്ചു തരാമെന്ന് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ചൂഷണം ചെയ്ത് അവർ ഗുണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് വേറെ റിസ്കിനൊന്നും ഇറങ്ങിത്തിരിക്കാനും വയ്യ. അപ്പോൾ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ സ്വന്തം മോളുടെ പുറകെ നടക്കും, അവൾക്ക് വേണ്ടി എന്ത് കാര്യത്തിനും റെഡിയാകും എന്നൊക്കെ അവർ മനസ്സിലാക്കിയപ്പോഴേക്കും അവർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരോ ട്രിക്കുകൾ പ്രയോഗിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം പലരും വിചാരിക്കുക അത് നല്ല കാര്യമല്ലേ, അത് നടക്കും, പിന്നെ പണവും സമ്പാദിക്കാം എന്നുള്ളതല്ലാതെ അവരുടെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരുമെന്നോ അതൊന്നും അവരുടെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെന്തൊക്കെയോ നിങ്ങൾ അറിയാത്ത ഉടായ്പകളും അവർക്കുണ്ട്. നിങ്ങളുടെ സ്ഥാനത്തൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ വേറെ ആറ്റിറ്റ്യൂഡ്? അപ്പോൾ നിങ്ങൾ കാണാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവരെ ശല്യപ്പെടുത്താതെ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ശല്യം ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലാതെ കല്യാണവും കളവാണൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് അവസാനം തേപ്പ് കിട്ടാൻ ഇടവരരുത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസും ആദ്യം കേൾക്കുകയാണ്. എന്തോ ദുരൂഹതകളൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ടു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് തദവസരത്തിൽ പറയാനുള്ളൂ. കാരണം ദുരൂഹമായ കാര്യങ്ങളാണ്. അവർ ചെയ്ത വാഗ്ദാനങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പണം സമ്പാദിക്കാതെ ഇവിടെ രസം ഉണ്ടാകുക എന്നുള്ളതല്ലാതെ അവരുടെ കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട കേട്ടോ.